ഹലോ ഗൈസ്, ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജോബിനാണുള്ളത്. അപ്പോൾ ജോബിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ ജോബിന്. യെസ്. അപ്പോൾ അത് പലർക്കും നല്ല ഉപകാരപ്പെട്ട് ജോബിന് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ ഒത്തിരി കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നോട് രണ്ടു പേര് പറയുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിവിടെ ആദ്യമായിട്ട് നമ്മൾ ഓസ്ട്രേലിയക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിന് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ്? ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതോ ജോലിയാണോ, അത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? പുതിയൊരു മൈഗ്രന്റ് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ആളുടെ സ്വന്തം പ്രൊഫഷനിൽ പറ്റുവാണെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പം ആസ് എ ന്യൂ മൈഗ്രന്റ് ആ പ്രൊഫഷനിൽ ജോലി കിട്ടാനായിട്ട് കുറച്ച് ഹാർഡായിരിക്കാം, ചലഞ്ചിങ് ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാകാം, ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതാകാം, അല്ലെങ്കിൽ ലോക്കൽ ആ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഇല്ലാത്തതാകാം. അപ്പം നമ്മൾ ആദ്യത്തെ കുറച്ച് നാളുകൾ ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രൊഫഷണൽ ഉള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നത്. പ്രൊഫഷണലിൽ ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് ഹയർ ഇൻകം അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ ജോബ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയക്ക് ഇപ്പം കയറി വരുന്ന ആൾക്കാർ ഇപ്പോൾ നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ ആ നേഴ്സസ് അവരുടെ ആ ജോബോട് കൂടിയാണല്ലോ ഇങ്ങനെ വരുന്നത്. അതെ. ഇപ്പോൾ ജോബിൻ പറയുന്നത് അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർക്ക് കാര്യമാണോ പറയുന്നത്? ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നവർ മാത്രമല്ല, ഇപ്പം സ്കിൽഡ് മൈഗ്രേഷൻ വഴിയായിട്ട് ഒത്തിരി ആൾക്കാർ PR കൂടി വരുന്നുണ്ട്. ഇപ്പം നേഴ്സിംഗ് എന്ന് പറയുന്നത് ഈസി ടു ഗെറ്റ് എ ജോബ് ഒരു പ്രൊഫഷണൽ. അവർ ജോബോട് കൂടിയായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലും അവർക്ക് ജോബ് കിട്ടാൻ എളുപ്പമാണ്. അല്ലാതെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ വേറെയും വരുന്നുണ്ട്, നമ്മുടെ സ്കിൽഡ് മൈഗ്രൻസ് ആയിട്ട് വരുന്നുണ്ട്, PR വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ആ PR കിട്ടി വന്നു കഴിയുമ്പം ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിളിംഗ് ആണ്. നമ്മൾ ആരും അത്രയും ഫിനാൻഷ്യലി ഒരു ബാക്കപ്പ് ആയിട്ടല്ലായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വീട് റെന്റിന് കിട്ടാനുള്ള ഒരു സ്ട്രഗിള്, ഇനിഷ്യലി വേണ്ട ഒരു കാർ മേടിക്കാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ കുറെ അധികം സ്ട്രഗിളിലൂടെയാണ് ആൾക്കാർ സെറ്റിൽ ആവുന്നത്. അപ്പൊ ആ സ്ട്രഗിളിന്റെ കൂട്ടത്തില് നമ്മൾ ഈ എക്സ്ട്രാ ഒരു എഫേർട്ട് സ്വന്തം പ്രൊഫഷനിൽ തന്നെ ജോലി കിട്ടാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇട്ടില്ലെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ജോലിക്ക് കയറി സ്റ്റക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് ഓരോ സ്റ്റേജിലും കൂടിക്കൊണ്ടിരിക്കും. അന്നേരത്തേക്ക് തൽക്കാലത്തേക്ക് അത് ഓക്കെ ആയിരിക്കും. അതെ. പക്ഷെ ആ സ്വന്തം പ്രൊഫഷനിൽ നമ്മൾ ഈ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ പ്രൊഫഷണൽ, ഇപ്പൊ ഒരു MSW കഴിഞ്ഞ ആള് ഇപ്പം ഒരു ആ പ്രൊഫഷനിൽ തന്നെയുള്ള ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പിന്നെ ലോങ് ടൈം പ്രൊഫഷണൽ ഗ്രോത്ത്, അതൊരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഏത് പ്രൊഫഷനിലാണെങ്കിലും ആ ഒരു പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ആ പ്രൊഫഷണൽ ഉള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജോലി ചെയ്യുക. ഏറ്റവും ഹാർഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉള്ള ജോലിയിലേക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് വേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആദ്യമേ തന്നെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. ഇപ്പൊ രജിസ്ട്രേഷൻ വേണ്ട ജോലികളാണെങ്കിൽ അത് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും ജോലി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോലിക്ക് പോയി കയറാതെ ഇതുമായിട്ടൊക്കെ ഉള്ള അനുബന്ധിച്ചുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനിൽ കയറുവാണെങ്കിൽ മേ ബി വിത്തിൻ എ ഫ്യൂ ഇയേഴ്സ് ടൈമിൽ സ്വന്തം പ്രൊഫഷനിലേക്ക് ആ ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റും. അത് ചെയ്ത ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുവഴി ഉണ്ടാകുന്ന സക്സസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ആദ്യം വരുമ്പോൾ നമുക്കത് അത്ര ഫീൽ ചെയ്യല, പിന്നെ കുറച്ചുനാൾ കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അന്നേരം നമ്മൾ ടു ലേറ്റ് ആയി പോകും. ആ ഇനീഷ്യൽ സ്റ്റെപ്സ് ചെയ്തില്ലെങ്കിൽ നമുക്കത് ടു ലേറ്റ് ആയി പോകും. പിന്നെ ഈവൻ സ്വന്തം പ്രൊഫഷനിൽ തന്നെ ജോലി കിട്ടിയാലും നമുക്ക് ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്ത് അപ്സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അപ്സ്കില്ല് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, റെക്കഗ്നീഷൻ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം നമുക്ക് തുറന്നു കിട്ടുകയാണ്. അപ്പൊ അത് മേ ബി ഒരു 6 മാസത്തെ കോഴ്സ് ആയിരിക്കാം, അല്ലെ ഒരു 1 ഇയറിലെ കോഴ്സ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിനോടനുബന്ധിച്ചുള്ള
സർട്ടിഫിക്കേഷനോ ഡിപ്ലോമയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴിയായിട്ട് വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇപ്പൊ എൻ്റെ ഒരു സിനാരിയോ പറയുവാണെങ്കിൽ, ഞാനൊരു നേഴ്സാണ്, ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ ഇവിടെ വന്നു, നേഴ്സായി, അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ അതിന്റെ നേഴ്സിംഗിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ എടുത്തു, ഡിപ്ലോമ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ചെയ്തു. ഈ ഇതിനെ ഒന്ന് ഒരു ഫിനാൻഷ്യൽ ടേമിലേക്ക് നമുക്കൊന്ന് കമ്പയർ ചെയ്യുന്നു. അതായത് ഇവിടെ ഇപ്പം നേഴ്സിംഗിന് ഒരു ഡിപ്ലോമ അല്ലെ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെർ അവർ നമുക്ക് അറൗണ്ട് ഒരു $3 സർട്ടിഫിക്കേഷൻ അലവൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ബേസ് പേ കൂടാതെ ഒരു മണിക്കൂറിന് നമുക്ക് $3 അടുത്ത് നമുക്ക് പേ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അത് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ ഒരു ഫോർട്ട്നൈറ്റ് വരുമ്പോൾ ഒരു $240 നമുക്ക് അഡീഷൻ നമുക്ക് കിട്ടുവാണ്. അതായത് ആ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ മാസ്റ്റേഴ്സ് എടുക്കുവാണെങ്കിൽ അന്നേരം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ഫോർട്ട്നൈറ്റിൽ നമുക്ക് $240 അഡീഷൻ ഓൺ ടോപ്പ് ഓഫ് ദ ബേസ് പേ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വർഷം വരുമ്പം അത് ഫിനാൻഷ്യൽ ടൈമിൽ നോക്കിയാൽ അറൌണ്ട് $6,000 നമുക്ക് അഡീഷൻ നമ്മൾ സേവ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. ആ ഒരു $6,000 എന്ന് പറയുന്നത് നമ്മൾ എത്ര എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്താലാണ് നമുക്ക് അത് എത്താൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ വെരി ഹാർഡാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ ഫാമിലിയുടെ നീഡ്സ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പിള്ളേരുടെ നീഡ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓടി നടന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ വരുന്ന വർഷങ്ങളിൽ ഹോസ്പിറ്റലിന്റെ സപ്പോർട്ട് കൂടി തന്നെ നമുക്ക് ഒരു പൈസ പോലും എക്സ്ട്രാ മുടക്കാതെ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഇൻകം ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുന്നു. അത് നമ്മളിപ്പോൾ ഒരു 30 വർഷം ആ ജോലി ഇപ്പൊ ചെയ്യുന്നെന്ന് വെച്ചു, ആ പ്രൊഫഷനിൽ 30 വർഷവും ഈ എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടുവാണ്. 30 വർഷം $6,000 വെച്ച് നമുക്ക് ഒരു വർഷം കിട്ടുന്ന 180,000 നമ്മൾ അഡീഷൻ നമുക്ക് ഒന്നും അറിയാതെ, അതായത് ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്കിത് കിട്ടുവാണ്. ഇത് ആദ്യം ഒന്നും വരുമ്പോൾ അത് അത്ര മനസ്സിലാകിയല്ലോ നമുക്ക്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ അലവൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തല്ലേ കിട്ടുന്നത്? അല്ല, ആ ചെയ്യുന്നത് വഴിയായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം, നമ്മൾ അപ്സ്കില്ല് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ അവറിനുമാണ് ഈ എക്സ്ട്രാ $3 കിട്ടുന്നത്. അല്ല, അത് ലൈഫ് ലോങ് കിട്ടുവാണ്. അതായത് ഡിഗ്രി കിട്ടുന്നു, നമ്മൾ നേഴ്സായിട്ട് എത്ര നാൾ ജോലി ചെയ്യുന്നു അത്രയും നാൾ ഈ പൈസ കിട്ടുവാണ്, അല്ലാതെ പഠിക്കുന്ന സമയത്തല്ല കിട്ടുന്നത്. ഞാൻ ഓർത്തത് അതിനു വേണ്ടി തന്നെയുള്ള അലവൻസിന്റെ കാര്യമാണോ ഈ പറയുന്നത്? അത് വേറെ ഉണ്ട്, നമുക്ക് പഠിക്കാനായിട്ട് തരുന്ന സ്റ്റഡി ഡേ അലവൻസ് അതുണ്ട്, അത് കൂട്ടണ്ട. ഈ ഒരു മാസ്റ്റേഴ്സ് അല്ലെ ഡിപ്ലോമ ചെയ്യുന്നത് വഴിയായിട്ട് നമ്മൾ എത്ര നാൾ ജോലി ചെയ്യുന്നു അത്രയും നാളും പെയർ അവർ ഇൻക്രിമെന്റ് ഈ ഒരു അഡീഷണൽ കിട്ടുവാണ്. നമ്മുടെ ബേസ് പേ അങ്ങനെ തന്നെ നിൽക്കുന്നു, അത് കൂടാതെയാണ് ഇത് കിട്ടുന്നത്. അതപ്പം ലോങ് ടൈം ഫിനാൻഷ്യൽ ടൈം നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ബെനിഫിറ്റ് ആണ്. അത് കൂടാതെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ വർക്ക് പ്ലേസിലുള്ള റെക്കഗ്നീഷൻ, നമുക്ക് ആ ഒരു ഡിഗ്രി അല്ലെ ഡിപ്ലോമ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റെക്കഗ്നീഷൻ, പിന്നെ കരിയർ പ്രോഗ്രഷൻ ഉണ്ടാകുന്ന ബെനിഫിറ്റ്. നമുക്കിപ്പം നമ്മുടെ ജോലിയിൽ ഈ ഒരു എക്സ്ട്രാ സ്പെഷ്യാലിറ്റി എടുക്കുന്ന വഴിയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പോകുമ്പം നമ്മുടെ ബേസ് പേ അടുത്ത സ്റ്റെപ്പിനനുസരിച്ച് വീണ്ടും കൂടുകയാണ്. സോ ആ കരിയർ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാകില്ല, ഒരു കുറച്ച് നാളുകൾ കൊണ്ടാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു പ്രൊഫഷണൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന വഴിയായിട്ട് തന്നെ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടെ സെറ്റിൽ ആകുന്നതനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് കൂടിക്കൊണ്ടിരിക്കും. ആ നീഡ്സ് കൂടുന്നതിനനുസരിച്ച് ആദ്യം തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വളരെയധികം ഗുണം ചെയ്യും. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഇൻകം വരുന്നതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നു. അതിപ്പം വീട് മേടിക്കുന്നതാകാം, ഷെയർ മേടിക്കുന്നതാകാം, ഏതാണോ ആൾക്കാർ കംഫർട്ടബിൾ അതിനനുസരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജോബിനെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ ഇതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കുന്ന കാര്യമാണ്. ഈ മാസ്റ്റേഴ്സോട് കൂടി തന്നെ ഇപ്പൊ ഒരു പ്രൊഫഷണലിൽ ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് ഈ സെയിം ബെനിഫിറ്റ് കിട്ടുമോ? തീർച്ചയായിട്ടും. അതിന് 1-2 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ നേഴ്സിംഗ് പ്രൊഫഷണലുള്ള ഒരാളാണ് ഇവിടെ വരുന്നത്, ഓൾറെഡി മാസ്റ്റേഴ്സ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ എംപ്ലോയറുടെ അടുത്ത് ഈ സർട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ എടുക്കണം. ഈ മാസ്റ്റേഴ്സ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളത് ആ എംപ്ലോയറിൽ നിന്ന്
റെക്കഗ്നേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓവർസീസിലെ ആ ക്വാളിഫിക്കേഷൻ വൺസ് കൂടെ അപ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം അലവൻസ് അതുവഴിയായിട്ട് കിട്ടും. അല്ല അത് ഈ എംപ്ലോയറുടെ കയ്യിൽ നിന്നാണോ അതോ ഈ പറഞ്ഞ കൗൺസിൽ നഴ്സിംഗ് കൗൺസിലിന് വേണ്ട, നമുക്ക് നഴ്സസ് ബോർഡിന്റെ ആവശ്യമില്ല, എംപ്ലോയറിൽ നിന്ന് അപ്രൂവൽ എടുത്താൽ മതി. അത് HR സബ്മിറ്റ് ചെയ്ത് അവരത് അസസ് ചെയ്ത് നമ്മുടെ മാസ്റ്റേഴ്സ് ഇവിടുത്തെ ഇതിന് ഈക്വൽ ആണെന്നുള്ളത് വൺസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്യുന്നവർ അങ്ങനെ കിട്ടിയിട്ടുള്ളവരെ അറിയാം. ഈ ഇൻഫർമേഷൻ പലർക്കും അറിയാൻ മേലാത്തവരും ഉണ്ട്. ഇപ്പൊ ഓൾറെഡി മാസ്റ്റേഴ്സ് ഉള്ളവരായിരിക്കാം, പക്ഷെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ട് അവർ ഈ അലവൻസ് കിട്ടാതെ നിൽക്കുന്നവർ ഉണ്ട്. അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഓവർസീസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർ എംപ്ലോയറുമായിട്ട് സംസാരിക്കുക, അതിന്റെ പ്രോസസ്സ് എന്നാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ ട്രാൻസ്ക്രിപ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അസസ് ചെയ്തിട്ട് വൺസ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹയർ ക്വാളിഫിക്കേഷൻ അലവൻസിന് അവർക്കും കിട്ടും. അങ്ങനെ സോ ഈ ഒരു വഴിയൊക്കെ ആയിട്ട് നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ ഫ്യൂച്ചറിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട് മേടിക്കുന്നതിനോടൊപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലും നമ്മൾ സ്റ്റേബിൾ ആവുന്നു. ഈ എക്സ്ട്രാ ഇൻകം വഴിയായിട്ട് നമ്മുടെ വീടിന്റെ പേയ്മെന്റ് ഓൾറെഡി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഇപ്പം നേഴ്സസിനെ മാത്രമല്ല, ഏത് പ്രൊഫഷനിലാണെങ്കിലും ഇപ്പൊ ജോലി കിട്ടാൻ സ്ട്രഗിൾ ആണെങ്കിൽ അതുമായിട്ട് അനുബന്ധിച്ചുള്ള ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യാനായിട്ട് നോക്കുക. ആ പ്രൊഫഷനിലുള്ളവരുമായിട്ട് നെറ്റ്വർക്ക് നമ്മൾ ചെയ്യാൻ നോക്കുക. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കാണ് നമുക്ക് വേണ്ടത്. പിന്നെ കൂടാതെ പലപ്പോഴും ആദ്യമൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്കിപ്പം ഞാൻ മെൽബണിൽ വന്നു, ജോലി കിട്ടുന്നത് പെർത്തിലാണ് നോക്കുക. പെർത്തിലാണ് ജോലി കിട്ടുന്നെങ്കിലും ആ ഒരു സ്ട്രഗിൾ കുറച്ച് നാളത്തേക്ക് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മളപ്പോൾ ഇവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യുക, അവിടെ പോയി ആ ജോലി 1-2 വർഷം ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് കിട്ടുവാണ്. അപ്പൊ ആ എക്സ്പീരിയൻസ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് എങ്ങോട്ട് വേണേലും കിട്ടാം, മൂവ് ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആകും. അതുകൊണ്ട് അതും ഒന്ന് കെയർഫുൾ ആകുക. നമ്മൾ പലപ്പോഴും ആൾക്കാർ ഈ മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഏതെങ്കിലും ഒരു ജോലിയിൽ സ്റ്റക്ക് ആകാറുണ്ട്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ ഇപ്പൊ വരുന്ന യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അവരൊക്കെ ആ വരുന്ന ചെറുപ്പകാലത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ അവർ ഏതെങ്കിലുമൊക്കെ കമ്പനികളുടെ മാനേജർമാരോ ഹോസ്പിറ്റലിന്റെ മാനേജർമാരോ ആയിട്ട് ഇരിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ ആ ഒരു സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി നല്ലൊരു പ്രൊഫഷണലി ആൻഡ് ഫിനാൻഷ്യലി സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് മാറാൻ പറ്റും. പിന്നെ എങ്ങനെ പോകുന്നു ഈ മോർഗേജ് കാര്യങ്ങളൊക്കെ? മോർഗേജ് നന്നായിട്ട് പോകുന്നു. എൻ്റെ ക്ലയൻസ് കൂടുതലും ഫസ്റ്റ് ഹോം ബയേഴ്സ് ആണ്. അവർ വരുമ്പം അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഉള്ള നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവഴിയായിട്ട് ആൾക്കാർ എന്നാ പറയണ്ടേ, ഞാനൊരു ഹൈപ്പ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. എപ്പോഴും ഞാൻ റിസ്കിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. റിസ്ക് അവെയർ ചെയ്തുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ചില ആൾക്കാർ റിസ്ക് അറിയുമ്പോൾ ഞാൻ റിസ്ക് ഒക്കെ പറയുമ്പോഴത്തേക്ക് മാറിപ്പോകുന്നവരും ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. നമ്മൾ റിസ്ക് പറഞ്ഞിട്ട് തന്നെ ഇത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മൾ കൂടുതലും വരുന്ന കസ്റ്റമേഴ്സിനോട് ഇത് കൂടുതലും പഠിക്കാനായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്ത് അവർക്ക് തന്നെ ഒരു നോളജ് ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് നോളജ് കിട്ടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഫ്യൂച്ചറിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുവഴിയായിട്ട്. ഓക്കെ അപ്പം വിഷ് യു ഓൾ ദ സക്സസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പം ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ ടോക്ക്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ഫോളോയും ചെയ്തോളൂ. ജോബിൻ പല പല ഇൻഫർമേഷൻസ് നമ്മുടെ വീഡിയോയിലൂടെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നോടൊരു ആള് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാനത് മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ബുക്ക് എന്നോട് ഒരാൾ പറയാ, ജോബിൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത് അത് എഴുതി വെച്ച് നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നല്ലതായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ജോബിൻ്റെ ഇൻ്റർവ്യൂ കാണുവാനായിട്ടും ഇൻഫർമേഷൻസ് കിട്ടുവാനായിട്ടും നല്ല വീഡിയോസാണ് അതെന്നും പറഞ്ഞ് ഒരാൾ എന്നോട് അത് മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ബുക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. യെസ്. അപ്പോൾ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.